എന്തുകൊണ്ടാ തീട്ടത്തിനകത്തിട്ട് കിടക്കാൻ താല്പര്യമില്ലാത്തോണ്ടോ നാറി അത് നീ ആലോചിക്കുക. എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞാനിപ്പം ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്കൊന്നും അമ്മയും അമ്മമാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറയാൻ. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അയ്യോ അങ്ങനൊന്നും ചോദിക്കല്ലേ, അങ്ങനെ കാണാറൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാം. തന്നെ പറഞ്ഞ എന്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. അയ്യോ രേണു, ഇത് ആക്ക് മാത്രമല്ല രേണുവിന്റെ കരച്ചിൽ നാടകീയതയായിട്ട് തോന്നിയത്. കണ്ടിട്ടുള്ള ഒരു 99%, അതായത് വിവരമുള്ള 99%, മറ്റേ 1% വിവരമില്ലാത്തവരുണ്ട്, അവരെ ഞാൻ അതിനകത്ത് കൂട്ടുന്നില്ല. വിവരമുള്ള 99% ആൾക്കാർക്കും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും നീ കരഞ്ഞ കരച്ചിൽ വെറും അഴുക്ക കരച്ചിലാണെന്നും ആർക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത കരച്ചിലുമാണെന്നൊരു ഒറ്റ ഫീലേ ഉള്ളു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കരഞ്ഞുകൊണ്ടിരുന്ന നീ തന്നെ തൊട്ടപ്പുറത്ത് എക്സ്ക്ലൂസീവ് പോയിട്ട് ഹോട്ട് ഫോട്ടോസ് പൈസ പേ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇട്ട് കൊടുത്തില്ലേ? അപ്പോൾ പിന്നെ ആര് വിശ്വസിക്കും? നീ കരഞ്ഞതൊക്കെ വെറും കള്ളക്കരച്ചിലാണെന്ന് എല്ലാവരും പറയത്തുള്ളല്ലോ. അതിനുശേഷം കിച്ചുവിൻ്റെ പല കാര്യങ്ങളും എടുത്തു വെച്ച് വീണ്ടും കുത്തിപ്പൊക്കി വീഡിയോ ചെയ്യുന്നു. അതിപ്പം മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, രേണുവായിട്ട് ബന്ധപ്പെട്ട് രേണുവിൻ്റെ കൂട്ടാളികൾ, രേണുവിൻ്റെ സംഗത സഹചാരികളായിട്ടുള്ള വ്യക്തികളാണ് ഈ കിച്ചുവിനെതിരെയുള്ള പല വീഡിയോസും എടുത്ത് ചെയ്യുകയും അത് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് രണ്ട് മക്കളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രേണു ബിഗ് ബോസിൽ കണ്ണില്ലാത്ത തത്തമ്മയുടെ അടുത്ത് രണ്ട് മക്കളെയും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന രേണു ഈ കിച്ചുവിനെ കുറിച്ച് പറയുന്ന നെഗറ്റീവ് സാധനമായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് കൊളാബ് ചെയ്യാനായിട്ട് നിൽക്കുന്നു. അത് കൊളാബ് ചെയ്ത് കൂടുതൽ വ്യൂവർഷിപ്പിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. അങ്ങനെ എത്തിക്കുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അല്ല, ഈ കാണുന്ന നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. മകനെക്കുറിച്ച് നല്ല സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ കൊളാബടിച്ച് വ്യൂവർഷിപ്പ് കൂട്ടി കൊടുക്കുന്നത്? അതോ മകൻ ഒരു 10 രൂപ കൂടുതൽ കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. സ്വന്തം അമ്മയുടെ ഫെയിം നശിപ്പിക്കാനായിട്ട് വന്ന ഒരു മകന്, അതായത് നമ്മുടെ തോട്ടത്തിൽ വിള നശിപ്പിക്കാനായിട്ട് വരുന്ന പ്രാണികളെ കൊന്നൊടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും രാസവളങ്ങൾ പ്രയോഗിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവമാണ് രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം അക്കൗണ്ട് വഴി തന്നെ റീച്ച് കൊടുത്തുള്ള സ്പ്രെഡിങ്ങുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്പ്രെഡിങ്ങിൻ്റെ 3-4 ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവരുടെ അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് വലിയ ഖരഘോഷത്തോടു കൂടി എല്ലാവരും സംസാരിക്കുന്നല്ലോ. ഇത് ഒരു ആത്മബന്ധവും ഇല്ലാത്ത കാര്യം തന്നെ ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് ഇവൻ പയ്യൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് സ്വന്തം അമ്മ കാണിക്കുന്ന വീഡിയോസൊക്കെ മകൻ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനെ അവൻ അറപ്പോടെയും വെറുപ്പോടെയും ഹാസ്യത്തോടെയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അത് അമ്മയോടും അമ്മ ചെയ്യുന്ന വീഡിയോയോടും അമ്മ എന്ന ക്രിയേറ്ററോടും ആഗ്രഹം തോന്നിയിട്ട് മോൻ പറയുന്നൊരു കാര്യമല്ല. ഞാനത് ഇതിനകത്ത് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ കണ്ടിട്ട് അത് വിലയിരുത്തുക. ആദ്യമേ തന്നെ കിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന സകല ഗുണങ്ങളുമുള്ള 8-ൽ 8 ഗുണങ്ങളുമുള്ള, അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള സ്ത്രീകളാണ് കൂടുതലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അവരുടെ ചില ഭാഗങ്ങളിലെ ചില അംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാണുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളത് ഈ നിമിഷം തന്നെ ഹൈപ്പ് കൊടുത്തോണം. TV കാണുന്നവരുണ്ടെങ്കിൽ അപ്പം തന്നെ ഫോൺ എടുത്ത് എൻ്റെ വീഡിയോയ്ക്ക് തന്നെ ഹൈപ്പ് കൊടുത്തേക്കണേ. മാമനോടൊന്നും തോന്നല്ലേ? ആദ്യം തന്നെ നമുക്ക് കിച്ചു എന്തോന്ന് പറയുന്നത് ഒന്ന് കണ്ടുവരാം. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അയ്യോ അങ്ങനൊന്നും ചോദിക്കല്ലേ, അങ്ങനെ കാണാറൊന്നുമില്ല. അയ്യോ അങ്ങനൊന്നും ചോദിക്കല്ലേ, നാണം കൊണ്ടല്ല, ഞാൻ അങ്ങനൊന്നും കാണാറില്ല. സ്വന്തം മകൻ, എൻ്റെ മകനോട് ഞാൻ എല്ലാം ചോദിക്കും. എനിക്കൊരു ഷോർട്ട് ഫിലിം വരുമ്പോഴത്തേക്കിനും മകനെ വിളിക്കും, മുന്നേ കിച്ചുവേ അമ്മയ്ക്കൊരു ഷോർട്ട് ഫിലിം വന്നടാ, അമ്മയ്ക്ക് അഭിനയിക്കണമെന്ന് പറയുന്നുണ്ട്. അമ്മ അതിനകത്ത് കുട്ടി നിക്കർ കുട്ടി ഉടുപ്പ് അമ്മ ഇടുന്നത്, മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? അപ്പോഴത്തേന് കിച്ചു അപ്പുറം പറയുന്നത്, തള്ള നിങ്ങൾ പോയി എന്തേലും ചെയ്യും. അങ്ങനെ ആയിരിക്കും. പക്ഷെ രേണു പറമ്പിൽ അമ്മ പോയി ചെയ്തോളാനോ? ശരി. അയ്യോ എൻ്റെ മോൻ പറയുന്നു, അമ്മ പോയി ചെയ്തോ, മോൻ അതിലൊന്നും നോക്കത്തില്ല, മോൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എന്നാണ് മോൻ പറയുന്നത്. തൊട്ടപ്പുറത്ത് കൊണ്ട് അമ്മ പോയി എന്താ അപരാധം കാണിയില്ല, അങ്ങനെയായിരിക്കും മോൻ പറയുന്നത്. തിരിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്കിന് അപരാധം മാറ്റി ആക്റ്റീവ് ആക്കി വിടും. അത്രയേ ഉള്ളൂ രേണുസുതി ഇത്രയും നാളെ സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് മടുത്ത കിച്ചു ഒരു നിമിഷം ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു വീഡിയോ അങ്ങ് ചെയ്തു. രേണുസുതി ഖതം ഹുവ, കെട്ടിപ്പടുത്തിയിട്ടുള്ള താജ്മഹൽ തകർന്നു വീണു. അപ്പൊ കുറച്ചധികം അപരാധികളെ കൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട് ആ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ വീണ താജ്മഹൽ എങ്ങനെയെങ്കിലും കെട്ടിപ്പടുത്ത, അത്രേ ഉള്ളൂ. ബാക്കി കാണാം. ഇങ്ങനെ വരുമ്പം സ്ക്രോൾ ചെയ്ത് വിടുകയാണ്.
ചിരി ഈ നിർത്താൻ അമ്മയുടെ വയ്യ. വീഡിയോ അവരും ചിരിക്കുന്നു, അവരാധികയും ചിരിക്കുന്നു, അവരാധികയല്ലല്ലോ അവതാരികയും ചിരിക്കുന്നു. ദൈവമേ പറഞ്ഞു. കണ്ടോ, അവരും ചിരി നിർത്താൻ പറ്റുന്നില്ല, ആങ്കർക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ഏത് രീതിയിലാണ് ഈ വീഡിയോയുടെ കണക്ഷൻ അടിച്ചെന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങൾക്ക് തോന്നിയില്ല കണക്ഷൻ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയ കണക്ഷൻ, അവൻ്റെ ആ ചിരിയിലുള്ള മീനിങ് എന്തുവാന്നുള്ളത് അത് തന്നെ ആ ആങ്കറിനും തോന്നി. അതേ സംഭവം തന്നെ കാണുന്ന ജനങ്ങൾക്കും തോന്നുന്നത്. ഈ ഒരു ചിരിയോട് കൂടിയാണ് രേണുവിൻ്റെ വീഡിയോ കാണുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു കരിക്കിൻ്റെ സീരീസ് ഏതെങ്കിലും ഒന്ന് യൂട്യൂബിൽ റിലീസ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റ് കാണും. ഓക്കെ, ഒരു 48 മണിക്കൂർ അത് ഇച്ചിരി കൂടെ കൂട്ടട്ടെ, ഒരു 1 മണിക്കൂർ ആക്കട്ടെ അവർ, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ആക്കട്ടെ. അത് കുറച്ചു നേരം നമുക്കിരുന്ന് കാണാലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും, ഒരു എന്റർടൈൻ ആയിട്ടൊരു സാധനം കാണും. അതാണ് യൂട്യൂബിൽ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കിനുള്ള വെയിറ്റിംഗ് എന്ന് പറയുന്നത്. മുമ്പ് അതായത് ഫോസ്റ്റ് ഈ അർജു എന്ന് പറഞ്ഞ റിയാക്ഷൻ വീഡിയോയിലുള്ള വ്യക്തി, അവൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വീഡിയോയ്ക്ക് വീണ്ടും എക്സ്പെക്ടേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ അവൻ ക്രിയേറ്റ് ചെയ്തിടും, എന്തുമായിരിക്കും ചിരിക്കാൻ ഒരുപാട്. അതാണ് എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷനിൽ വരുന്ന വ്യൂവർഷിപ്പാണ് കൃത്യമായിട്ടുള്ള വ്യൂവർഷിപ്പ്. രേണുസുതി ഓരോ അപരാധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് 500K വ്യൂ, 300K വ്യൂ, 1 മില്യൺ ഗോൺ എന്ന് പറയുന്നത്. രേണു 1 മില്യൺ കയറും, അപരാധം കാണാനും കയറും. അങ്ങനെ കയറി വരുന്നയാ. അതിന്റെ കമന്റ് ബോക്സും കൂടെ ഒന്ന് എടുത്ത് നോക്കണം. രേണു സൂപ്പർ, രേണു അടിപൊളി, രേണു കിടിലം, രേണു തകർത്തു, തിമിർത്തു, തരിപ്പണമാക്കി. ഇതൊന്നും ആയിരിക്കത്തില്ല. മേലെ നീ ഈ പരിപാടിക്ക് നിൽക്കല്ലോ. ഇനി അഭിനയത്തിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടങ്ങനെ ഇറങ്ങിയാൽ മുട്ടുകാല് തല്ലി ഓടിക്കും. ഈ രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത്. ഒട്ടും തൊലിക്കെട്ടില്ലാത്തവർക്ക് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തില്ല. നിങ്ങൾക്ക് അല്പം തൊലിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരു പരിപാടിക്ക് ഇറങ്ങാവൂ. ഇല്ലെങ്കിൽ ജന്മം തന്നെ കൊടുത്തത് എന്തിനാണ്? സ്വന്തം വീട്ടുകാർ തന്തയും തള്ളയും ഉൾപ്പെടെ ഇരുന്ന് ആലോചിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇപ്പം ഒരു പരിധിയിലപ്പുറം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ആലിഗേഷൻ ഉണ്ടല്ലോ, അതായത് കിച്ചുവായിട്ടൊരു സംഭവം, ഇത് നേരെ കിച്ചുവിനെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് രേണു ശ്രമിച്ചു കഴിഞ്ഞാൽ മകനെതിരെ തിരിയുന്നതും മകനെതിരെ തെളിവുകൾ എടുത്ത് നിരത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഇവർക്കെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിനിങ്. ഇപ്പം നടക്കുന്നത് ഒരു ഹേറ്റ് ക്യാമ്പയിനിങ് അല്ല, ഈ ഒറിജിനലായിട്ടുള്ള ജനങ്ങളുടെ വികാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വികാരത്തിന് വീണ്ടും ഒരു വലിപ്പം കൂടും. ആ ഒരു കൂട്ടൽ ഉണ്ടാക്കാതിരിക്കാനും ഇനി ഹേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ രേണു ഈ കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷബീന ബീവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ മൂലമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലേക്ക് വളച്ചൊടിച്ച് തിരിച്ച് ഷബീനെ സംബന്ധിച്ച് എവിടെയാണ് ഏണിയുള്ളത്, ആ ഏണിയിൽ ഞാനും കൂടെ ഒന്ന് കാലെടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീ അവരുടെ കീഴിലോട്ട് വീണ്ടും ചെന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിത് കാണാനായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഫിറോസ് KHDC സോറി, ഇത് ഫിറോസ് ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. രേണുസുതിക്ക് നാട് മൊത്തം എതിരാളികളാണ്. സബീന, ഫിറോസ്, പള്ളിയിലച്ചൻ, മറ്റേത് മറിച്ചത്, ഏതൊക്കെ മൂലെന്നാണോ ആൾക്കാർ വരുന്നത്. എന്താ ഇതൊക്കെ? താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ ഞാൻ പറഞ്ഞു തന്റെ അടുത്ത്. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം എയർപ്ലെയിൻ മോഡൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ. എനിക്ക് കോള് വരുന്നു. അല്ലല്ല, വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിൽ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനി. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? എന്നാ എനിക്കും ഉണ്ട് പറയാൻ. നിങ്ങൾക്കും ഉണ്ടോ? 1, 2, 3 നിങ്ങളും പറ. രേണു എല്ലാവർക്കും ഉണ്ട്. ഒരു അയ്യോ ഇത് രേണു തന്നെ, രേണു തന്നെ. ഇങ്ങനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. അയ്യോ, മണിക്കൂറിൽ 150 km/h അടിക്കുന്നു. ഇതപ്പോ കൊള്ളാം. എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ തുപ്പു, നിന്നെ ഞാൻ തൂറി എറിയും. നോക്കിക്കോ. എവിടെ അറിയത്തില്ല. റാസൽ കൈമേന്ന് ഇവിടെ എത്തട്ടെ മോനെ. എയർപോർട്ട് തൊട്ടേ ജാലിയം വാലാബാഗ. ഇനി സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ കൊണ്ട് കറങ്ങാൻ പോവാ. നാളെ 2-ാം തീയതിയാ രേണുസുതി ലാൻഡ് ചെയ്യുന്നത്. ഇത്രയും നാൾ 2 വെച്ചാൽ നിങ്ങൾക്ക് ഗാന്ധി ജയന്തി ആയിരിക്കും ഓർമ്മ. ഇനി രേണുസുതി റാസൽ കൈമേന്ന് കേരളത്തിൽ കാലുകുത്തിയ ദിവസമായിരിക്കും. ഏപ്രിൽ 2. ഏപ്രിൽ 1 നീയൊക്കെ ഞാൻ പറ്റിച്ചെന്ന് പറയത്തില്ലായിരുന്നു. ഏപ്രിൽ 2 രേണുസുതി റാസൽ കൈമയിൽ നിന്നും കേരളത്തിൽ കാലുകുത്തിയ ദിവസം. PSC ചോദ്യം പഠിച്ചു വെച്ചോ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നത് നിങ്ങൾ പറഞ്ഞോണ്ട് വരരുത്. അടുത്തത് എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്ന ഒരു പൊട്ടട്ടെ എന്ന്.
നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കുറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്ത്. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധിയുടെ കുരു പൊട്ടാനില്ല. സ്കോറിംഗ് രേണു റിയലി ഗ്രേറ്റ്. ഇതൊക്കെയാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. അപ്പന ചുട്ട മറുപടി കൊടുക്കുന്ന സ്കോറിംഗ്, അത് കൊള്ളാം. ഐ റിയലി അപ്രിഷിയേറ്റ് യു. ആ സ്കോറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയല്ല, കളിയാക്കി പറയല്ല, എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്യാറുള്ള ഫണ്ണി രീതി സംസാരിക്കുന്നതല്ല. ഐ റിയലി എൻജോയ്ഡ്. നല്ല റിയാക്ഷൻ വീഡിയോ, ഗുഡ്. ഇതുപോലുള്ള സ്കോറിംഗ് ആണ് നമുക്ക് വേണ്ടത്. നല്ല കട്ടക്ക് അടിച്ചിരിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കടി മറ്റവളെ ഷെഫീന. രേണു എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സെലിബ്രിറ്റി ലെവലിൽ നിന്നും ഒരു ഇച്ചിരി മുകളിലേക്ക് കയറി എന്നൊരു വിചാരം സ്വന്തം ആത്മീയതയിൽ തോന്നി. അതുകൊണ്ട് പല ഭാഗങ്ങളും വിഴുങ്ങുന്നുണ്ട്. ഇല്ലാന്നെ പഴയ സ്വഭാവമായിരുന്ന ചന്ന സ്വഭാവമാണല്ലോ, നൈറ്റ് മടക്കി 2 കുത്തും ചൂലിന് 2 അടിയും ഇങ്ങനെ ഒരു പിടിയാ, അതോടെ തീരും, ഫ്ലാറ്റ്. പഴയ രേണു ഉണ്ടല്ലോ, അതായത് രേഷ്മ പി തങ്കച്ചൻ, തിരക്കിയാൽ മതി. കോട്ടയം അങ്ങോട്ട് മാറിയിട്ട് രേഷ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കാക്കകൾ വരെ ഇങ്ങനെ കഴുകനെ കണക്ക് കിടന്ന് കറങ്ങും. അമ്മാതിരി റേഞ്ചാ. വായിൽ നിന്ന് വരുന്നത് കേട്ടാലുണ്ടല്ലോ, സുനാമി തിരമാലകൾ വരെ ഒറ്റ നിപ്പാ. രേണു പറയാതെ താഴെ വീഴുന്ന മേളിലോട്ട് പോകണമെന്ന് പറയത്തില്ല. ആ രീതിയിലുള്ള പരിപാടികളാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്ലൈയും കൊള്ളാം, നിങ്ങൾ കൊടുത്തിട്ടുള്ള പരിപാടിയും കൊള്ളാം. പക്ഷേ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. കിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കിച്ചുവിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കട്ടെ, അതാണ് നമുക്കിടയിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഉത്സവത്തിന് ഒരു അടി നടക്കുമ്പോഴത്തേക്കിന് അത് ഉത്സവത്തിന് നടന്ന അടിയല്ല, അത് മറ്റൊരു സ്ഥലത്ത് നടന്ന അടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്കെതിരെ ചേക്കടിക്കാൻ നിൽക്കുന്നത് അത്ര നല്ല കാര്യം ഒന്നും അല്ല. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി ചെയ്താലേ കൊള്ളാവൂ. ഇനി എനിക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ അപരാധങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപരാധങ്ങളെ വരൂ. അങ്ങനെ ഇത് കംപ്ലീറ്റ് അപരാധി. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ഈ വീഡിയോടാ നിനക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാം. ഒന്ന് ഇത് രേണു സുധിക്ക് ഉപയോഗിക്കാം, 2 നിന്റെ വീഡിയോയ്ക്ക് ഉപയോഗിക്കാം. കമന്റിലൂടെ തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും. ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഒരുപാട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. അതുള്ള കാര്യം കേട്ടോ. ഇവൻ ചെയ്യുന്ന നന്ദയില്ലായ്മയും വിവരക്കേടും ഒന്നും രേണു കാണിക്കുന്നില്ല. ഇവനാണ് എക്സ്ട്രീം ലെവല്. അതായത് ക്യാമറ അഡിക്ഷൻ, ഫെയിം അഡിക്ഷൻ ആയിട്ട് നടക്കുന്ന എക്സ്ട്രീം ലെവലിലുള്ള വേണ്ട, അത് പറഞ്ഞ ഈ വീഡിയോ എനിക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുധിനെ കാണുന്നത്. അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ നിന്റെ കൂടപ്പറപ്പും നിന്റെ പൊക്കലും നിന്റെ താക്കലും നിന്റെ കിസടിയൊക്കെ കാണണം. കൂടപ്പറപ്പ് അമ്മേ മഹാമയി. ഇവർക്കൊന്നും അമ്മയും അമ്മമാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറയാൻ ഇല്ലേ? എന്തിനെങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? രേണുസുധിയെ വിറ്റിവിടെ എന്തോരം ബ്ലോഗർമാർ, എന്തൊരു ചാലുകാർ വിൽക്കേണ്ടത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ ആ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോരം റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നറിയാം. ആ കുട്ടിക്ക് പട്ടി കഴിവറ മോനെ. ക്യാമറയുടെ മുന്നിൽ കിടന്ന് തന്തയില്ലായ്മ കാണിച്ചിട്ട് പരിപാടി നിന്റെ പെണ്ണുമ്പിള്ളക്ക് നിന്റെ കൊച്ചിന് പോലും കാണാൻ പറ്റാത്ത പരിപാടികൾ ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് ഉണ്ടാക്കിയിട്ട് എന്തോ പറയുന്നത്, റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ? നിനക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? ആണോ ഇല്ലാത്തവനെ? നമ്മളൊരു മാന്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു പോവാ. അതിനിടയിൽ കൂടെ അവന്റെ കാര്യം നമ്മൾ കൊണ്ടുവരണ്ട. ഇവൻ ഇവിടെ വെച്ച് അവോയ്ഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ പുന്നാര മോനെ നമ്മൾ ഇവിടെ വെച്ച് മാറ്റുക. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറാൻ നിനക്ക് ഒരു കുപ്പി വെള്ളം തരുവാടാ അതിന് കുടിക്കാനായിട്ട്? ആണമില്ലാത്തവനെ തരുവോ? മറ്റേ ഓരോ പരിപാടി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവനെ അങ്ങ് തൊലിച്ചെന്ന്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നിന്നെ എടുക്കുന്നില്ല. എന്തുകൊണ്ടാ ഇത്രയും കാട്ടവരാതെ കാണിക്കുന്നത്? നിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എടുക്കാത്ത എന്തുകൊണ്ടാ? തീട്ടത്തിനകത്തിട്ട് ഇളക്കാൻ താല്പര്യമില്ലാത്തതുണ്ടോ? നാറി. അത് നീ ആലോചിക്കുക. എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഉണ്ടാക്കുന്നില്ലെന്ന്. ഇപ്പൊ പക്ക വേസ്റ്റ്. അയ്യേ, പണ്ടൊക്കെ ഇവനെന്തോ കഴിവുണ്ടായിരുന്നു. ഇപ്പം മറ്റേ കോമഡി ഉത്സവം എന്തോതിനൊക്കെ പോയിട്ട് സ്പോട്ട് ടോപ്പിക്കൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
ഇപ്പൊ എന്തോ കാണിക്കുന്നത്? ഇപ്പൊ നീ സത്യത്തിൽ നീ എന്ത് പടിയാ കാണിക്കുന്നത്? നീ ഒന്ന് ആലോചിക്കടാ. എടാ നിന്റെ കഴിവേർത്തര എന്തോ നീ ഒന്ന് ആലോചിക്കും. നീ ഏത് രീതിയിൽ ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല, ഇവനെ കുറിച്ച് 10 വാക്ക് സംസാരിച്ചിട്ട് ഇതങ്ങ് ഉപസംഹരിക്കുമോ നമ്മള്? നീ ഇപ്പൊ കാണിക്കുന്ന കഴിവേർത്തര എന്തോ നീ ഒന്ന് ആലോചിക്കടാ. വഴിയെ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരും, പെണ്ണിനെ നിന്റെ തുടയെന്ന് പിടിച്ചാൽ ഞാനിന്ന് പൊക്കി പിടിക്കട്ടെന്ന്, ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കും, ഇങ്ങനെ ചേർത്ത് നിർത്തും. ഒരു പെണ്ണിന്റെ ചുണ്ട് പിടിച്ച് കുതിര ഉമ്മ കൊടുക്കുന്ന നമുക്കല്ലടാ നീ ഒരു പെണ്ണിന്റെ ചുണ്ട് പിടിച്ച് ഉമ്മ കൊടുത്ത വീഡിയോ വന്നത്. പട്ടി കഴിവേറി. എന്നിട്ട് റിജക്ഷൻ ചെയ്യുന്നു. ആദ്യമേ അമ്മായിയമ്മയുടെ പ്രായം, അമ്മായിയമ്മല്ല മുത്തച്ഛിയുടെ പ്രായമുള്ള തള്ളയെ നടിയാന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക്കും തേച്ച് മേക്കപ്പ് വിട്ട് നായികയായിട്ട് കൂടെ കൊണ്ട് നിർത്തുന്ന നിനക്കും കൂടെ വന്ന് നിൽക്കുന്ന ആ അമ്മൂമ്മയ്ക്കുമാണ് അടിക്കേണ്ടത് നിന്നെ. എന്നിട്ട് ഇതൊക്കെ നിർത്തി നീ മാന്യമായിട്ടൊരു വീഡിയോ ഒരെണ്ണം ചെയ്ത് റിലീസ് ചെയ്ത് കാണിച്ചിട്ട് നീ വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ പറ. ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.